അങ്ങനെ നമ്മുടെ സുധീഷാണെങ്കിലോ കിച്ചണിലത്തെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷാണെങ്കിലോ നീതുവിനായിട്ട് അടി കൂടിയിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഹരീഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണല്ലേ ഏട്ടത്തെ കൊണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങാൻ? നിങ്ങൾ എന്നും അങ്ങനെ തന്നെ ഏട്ടൻ്റെ ചിലവിൽ എപ്പോഴും കഴിയും, നിങ്ങൾക്ക് ഒരു 5 പൈസ ചിലവാക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഹരീഷിനോട് ഇപ്പം നീ കണ്ടിട്ടുണ്ടോന്ന് പറഞ്ഞിട്ട് ഹരീഷിനിട്ടിട്ട് അടി കൊടുക്കുന്നുണ്ട്. രണ്ടാളും അടി കൂടുന്നുണ്ട്. അടി കൂടുന്ന സമയത്ത് നമ്മുടെ നിധി ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവിടുന്ന് പോയിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾ രണ്ടാൾ എന്തിനങ്ങനെ അടി കൂടണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളുടെയും മേൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് രണ്ടാളോടും പറയുന്നുണ്ട് അടി കൂടണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളെ നീപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാണല്ലേ, നാളെ ഇവിടെ ഒരു പെൺകുട്ടി വരാൻ പോകണം, അവരുടെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ അടി കൂടുമോ? നിങ്ങൾ എൻ്റെ മുന്നിൽ അടി കൂടി ശരി, അത് കുഴപ്പമില്ല, ആ പെൺകുട്ടിയെ പേടിച്ച് ഓടില്ലേ ഇവിടുന്ന്, എന്താ നിങ്ങളിതൊന്നും മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞിട്ട് അവരെ കുറേ ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഹരീഷ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കാതെ നമ്മുടെ നിധി ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ കിച്ചണിൽ ഓരോന്ന് പണി ചെയ്യാണ്. ആ സമയത്ത് നമ്മുടെ നിധിക്ക് ഓർമ്മ വന്നു, അല്ല നാളെ മോതിരം മാറ്റാൻ മോതിരം വേണ്ടേന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ നിധി സുഭാഷ് ഏട്ടൻ എന്ന് വിളിച്ചിട്ട്, അപ്പോൾ സുഭാഷ് ഏട്ടൻ ഓടി വരേണ്ട അടുക്കളയിൽ നിന്ന്, എന്താ മോളെ ചോദിക്കേണ്ട, അല്ല സുഭാഷ് ഏട്ടൻ നാളെ മോതിരം മാറ്റാൻ മോതിരം വേണ്ടേന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതൊക്കെ ബ്രോക്കർ പറഞ്ഞു, ഒക്കെ അവർ വാങ്ങിക്കോളാം, പെണ്ണിൻ്റെ വീട്ടുകാർ വാങ്ങിക്കോളാം എന്നാ പറഞ്ഞാൽ മോളെ, നമ്മൾ പൈസ മാത്രം കൊടുത്താൽ മതി എന്നാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോകണ്ടേ, നിധി വിചാരിക്കേണ്ടത് എന്ത് ഉറപ്പിക്കല ഇവർ എന്തിനാ അത്ര തിടുക്കം കൂടണമെന്നൊക്കെ നമ്മുടെ നിധി മനസ്സിൽ വിചാരിക്കേണ്ടത്. എന്തായാലും ആ സമയത്ത് പിന്നെ നിധി പറയുന്നത്, നമ്മൾ മാത്രം എങ്ങനെ നിശ്ചയത്തിന് പോവുക, പുറത്തുനിന്ന് ഒരാളെയും വിളിക്കണ്ടേന്ന് ചോദിക്കണ്ടേ. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, നമുക്ക് വല്യച്ഛനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വല്യച്ഛനെ ഇനിയിപ്പോൾ ആരാ വിളിക്കാൻ നിധി ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, ഞാൻ പോയി വിളിക്കാൻ മോളെ എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ നമ്മുടെ വല്യച്ഛനെ വിളിക്കാൻ പോകുന്നുണ്ട്. വല്യച്ഛനെ വിളിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ വല്യച്ഛൻ പറയുന്നുണ്ട്, ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിക്കൽ വെച്ചിട്ട് ഇപ്പോഴാണ് നിങ്ങൾ വന്ന് ക്ഷണിക്കുക, ഞങ്ങൾ എന്തായാലും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടനെ നാണം കെടുത്തി ഇറക്കി വിടുന്നുണ്ട്. അവനാണെങ്കിൽ സുനന്ദ ഉണ്ട്. സുനന്ദ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇവർ ആര് വന്നില്ലെങ്കിൽ ഞാൻ വരാം, ആ ഏട്ടനോട് ഞാൻ സമ്മതം ചോദിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് നമ്മുടെ സുനന്ദ അമ്മോടും അച്ഛനോടും പറയുന്നത്, എന്താ അമ്മ ഇങ്ങനെ സുഭാഷ് ഏട്ടനെ വിഷമിച്ച് വിട്ട്, ഇന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സുഖമായി ജീവിക്കുന്നത് കാരണം സുഭാഷ് ഏട്ടനല്ല, അന്ന് രാത്രി ഞാൻ അവിടെ പോയിട്ട് സുഭാഷ് ഏട്ടനെ ഇറക്കി വിട്ടിട്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞായിരുന്നു, നിങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മനസ്സ് കുറേ മാറ്റാൻ നോക്കുന്നുണ്ട്. എന്തായാലും അവർ നിശ്ചയത്തിന് വരാൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ഹരീഷും സുധീഷും കൂടിയും പോയിട്ട് നമ്മുടെ ആ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിൻ്റെ വീട്ടുകാർ 4 പുറം അന്വേഷിക്കണം. ആർക്കും നല്ല അഭിപ്രായമല്ല, എല്ലാവർക്കും മോശമുള്ള അഭിപ്രായമാണ് ആ വീട്ടിനാരെ കുറിച്ചിട്ട്. നേരെ ആ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ പോയി ആ സ്ത്രീയോട് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ആ വീട്ടുകാർ ഇനിയിപ്പോൾ ഞങ്ങളെ കല്യാണ നിശ്ചയത്തിന് ക്ഷണിച്ചാലും ഞങ്ങൾ വരില്ല, കാരണം ഞങ്ങൾ 2 കൂട്ടർ അത്ര രസത്തിലല്ല, അവർ ഞങ്ങളോട് മാത്രമല്ല ഇവിടെ എല്ലാവരോടും അടികൂടി കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷിനും സുധീഷിനും കേൾക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ട്. എന്തായാലും അവർ രണ്ടാളും വിഷമത്തോടു കൂടി വീട്ടിലേക്ക് മറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിശ്ചയം അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നിശ്ചയം, ഇനിയിപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും നിശ്ചയത്തിന് ഒരുങ്ങുന്നുണ്ട്, എല്ലാവരും ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.